98% of storage used. Without storage, you cannot save files, backup photos, and use Gmail. Clean up space or get additional storage. ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ വല്ലപ്പോഴുമെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് 98% സ്റ്റോറേജും തീർന്നിരിക്കുന്നു. എത്രയും വേഗം സ്പേസ് ക്ലീൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കിനി ഫയലുകൾ സ്റ്റോർ ചെയ്യാനും ഫോട്ടോസിനെ ബാക്കപ്പ് ചെയ്യാനും ജിമെയിൽ അയക്കാനും ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ് മെസ്സേജ്. ഇത് ഗൂഗിൾ നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളിതിനെ അങ്ങനെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ അടുത്ത ഒരു മെസ്സേജ് വരും, യുവർ സ്റ്റോറേജ് ഈസ് ഫുൾ. അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് തീർന്നിരിക്കുന്നു, സ്പേസ് തീർന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഉടനെ നമ്മൾ അവിടെ ഇരുന്ന് ആവശ്യമില്ലാത്ത കുറച്ച് ഫയൽസും ഫോട്ടോസും ഒക്കെ ആ മൊബൈലിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ജോലി തുടരുന്നു. നമുക്ക് ജോലി തുടരാൻ സാധിച്ചത് അവിടെ കുറച്ച് സ്പേസ് അവൈലബിൾ ആക്കിയത് കൊണ്ടാണ്. ഇതുപോലെയാണ് നമ്മുടെ ഓഫീസിലും വീട്ടിലും ഒക്കെ ഉള്ള പല സാഹചര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്നൊരു ഫംഗ്ഷന് പോകണം, വൃത്തിയുള്ള ഒരു ഡ്രസ്സ് തിരയുമ്പോൾ നമ്മുടെ വാർഡ്രോബ് ഇത്തരത്തിൽ ക്ലട്ടേഡ് ആയിട്ടിരുന്നാൽ എങ്ങനെയിരിക്കും? ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ്, നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സ് തപ്പിയെടുക്കാൻ സാധിക്കുകയില്ല. അവസാനം ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മൾ ഫംഗ്ഷന് പോവുകയും ചെയ്യും. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിന്റെയും കാര്യം. അനാവശ്യമായ ചിന്തകളും പാസ്റ്റ് മെമ്മറീസും അനുഭവങ്ങളും ഒക്കെ കുത്തി നിറച്ച് ക്ലട്ടേഡ് ആയിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സ് എങ്കിൽ അവിടെ നിന്ന് ആവശ്യമില്ലാത്തവയെ ഡിലീറ്റ് ചെയ്യാൻ സമയം കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റിയോടെ ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി പർപ്പസ് ഓറിയന്റഡ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരാശയമാണ് ഇന്നത്തെ ടോപ്പിക്, മെന്റൽ മിനിമലിസം. മിനിമലിസം എന്ന വാക്ക് വളരെ സുപരിചിതമാണ്. ഇപ്പോൾ വളരെയധികം പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് മിനിമലിസം. മിതവാദം, ലെസ് ഈസ് മോർ, ഇനഫ് ഈസ് ഇനഫ് എന്നൊക്കെയാണ് അതിനെപ്പറ്റി പറയുന്നത്. എന്നാൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കുകൂടിയാണത്. നമുക്കുള്ളതെല്ലാം ത്യജിച്ച് ഒരു സന്യാസിയെ പോലെ ഒറ്റമുണ്ട് കൊടുത്ത് പോകണം അല്ലെങ്കിൽ ജീവിക്കണമെന്ന് അതിനർത്ഥമില്ല. ഇപ്പോൾ നമുക്ക് ജീവിക്കുന്ന അതേ സാഹചര്യത്തിൽ ജീവിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥവും മൂല്യവും നൽകുന്നവ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവയെ നീക്കം ചെയ്യുകയാണ് മിനിമലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഭൗതികമായ വസ്തുക്കളിൽ നിന്നും മനസ്സിൽ നിന്നും ഒരുപോലെ ആവുകയാണെങ്കിൽ ജീവിത ലക്ഷ്യത്തിലെത്താൻ വളരെ വളരെ എളുപ്പമായിരിക്കും. ടു ദ മൈൻഡ് ദാറ്റ് ഈസ് സ്റ്റിൽ ദ ഹോൾ യൂണിവേഴ്സ് സറണ്ടേഴ്സ്, ലാവോട്സു പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. അതായത് നിശ്ചലമായ ഒരു മനസ്സിലേക്ക് ഈ പ്രപഞ്ചം മുഴുവനും സമർപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കി നിർത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ? അതോ പ്രക്ഷുബ്ധമായ കടലിലെ തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നായി ചിന്തകൾ വന്ന് നിറയുകയാണോ? അത്തരത്തിൽ കലങ്ങി മറിഞ്ഞ മനസ്സിലെ പ്രപഞ്ച സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ ഒരു നിശ്ചലമായ തടാകം പോലെ ശാന്തവും മനോഹരവുമായിരിക്കണം നമ്മുടെ മനസ്സ് എന്നാണ് ലാവോട്സു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് മെന്റൽ മിനിമലിസം എന്ന് നോക്കാം. Mental minimalism is a concept that encourages individuals to simplify their mental space, letting go of cluttered thoughts, emotions and distractions. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒഴിഞ്ഞുമറിഞ്ഞു കിടക്കുന്ന ചിന്തകളെയും വികാരങ്ങളെയും ഡിസ്ട്രാക്ഷൻസിനെയും ഒക്കെ വിട്ട് കളഞ്ഞിട്ട് മനസ്സിനെ ഒന്ന് ക്ലിയർ ആക്കി സിമ്പിളാക്കി അടുക്കി ഒതുക്കി വെക്കുന്ന ഒരു ആശയമാണ് മെന്റൽ മിനിമലിസം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ഫ്രീ ആക്കി വെച്ചിട്ടുള്ള ആ സ്പേസിൽ നമുക്ക് ഗുണകരമായിട്ടും ഹിതകരമായിട്ടുള്ളതും മൂല്യവത്തായതുമായ വസ്തുക്കൾ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ക്ലട്ടേർഡ് മൈൻഡിനെ കളഞ്ഞിട്ട് ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിക്കുക. നമുക്ക് ക്ലാരിറ്റിയോടെ ചിന്തിക്കുവാനും തീരുമാനം എടുക്കാനും വേണ്ടിയാണിത്. അപ്പോൾ മാത്രമേ പ്രപഞ്ചം നമ്മുടെ ഉള്ളിലേക്ക്
എത്തുകയുള്ളൂ. അത് നമ്മുടെ ഗോൾസിന്റെ രൂപത്തിലാണെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളുടെ രൂപത്തിലാണെങ്കിലും പ്രപഞ്ചം നമ്മുടെ ഉള്ളിലേക്ക് അപ്പോൾ മാത്രമേ എത്തുകയുള്ളൂ. പ്രിൻസിപ്പിൾസ് ഓഫ് മെന്റൽ മിനിമലിസം എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 5 പ്രിൻസിപ്പിൾസിലാണ് മെന്റൽ മിനിമലിസം നിലകൊള്ളുന്നത്. ആദ്യത്തെ പ്രിൻസിപ്പിൾ ഇന്റൻഷനാലിറ്റിയാണ്. നമ്മുടെ ഇന്റൻഷനാണ് വളരെ പ്രധാനം. നമ്മുടെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മുടെ ഉള്ളിലേക്ക് എന്തൊക്കെ സ്വീകരിക്കണം എന്ന് ബോധപൂർവമായി നാം തീരുമാനിച്ചുറപ്പിക്കണം. നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഈ വസ്തുക്കളാണ് നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിതവും രൂപീകരിക്കുന്നത് എന്നിരിക്കുമ്പോൾ, അപ്പോൾ ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക എന്നർത്ഥം. അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നു ഇമോഷണൽ സിംപ്ലിസിറ്റി. നമ്മുടെ ഇമോഷൻസിനെ സിമ്പിൾ ആക്കി വയ്ക്കുക. എങ്ങനെയാണ് നമ്മൾ ഇമോഷൻസിനെ സിമ്പിൾ ആക്കി വയ്ക്കുക? നെഗറ്റീവ് ഇമോഷൻസും തോട്ട്സും ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് കോംപ്ലിക്കേഷൻ ആകുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇമോഷൻസിനെയും തോട്ട്സിനെയും എല്ലാം വിട്ടുകളയാം, ഒഴിവാക്കാം എന്നർത്ഥം. ഉദാഹരണത്തിനായിട്ട് നമ്മുടെ ലിമിറ്റില്ലാത്ത ആഗ്രഹങ്ങൾ, ക്രോധം, ഗ്രീഡ്, ഈഗോ, അറ്റാച്ച്മെന്റ്, കമ്പാരിസൺ, ജലസി, ഓവർ തിങ്കിങ്, ഗിൽറ്റ്, ഹേർട്ട്, ഷെയിം, ഇതെല്ലാം നമുക്ക് ഗുണം ചെയ്യുന്നവയല്ല. നമ്മുടെ ഗുണത്തിന് വേണ്ടി അവയെ വിട്ടുകളഞ്ഞേ മതിയാവും. അപ്പൊ ഇവയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ലവ്, കമ്പാഷൻ, എമ്പതി, അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കാമല്ലോ. അടുത്തത് പ്രയോറിറ്റൈസേഷൻ ആണ്, മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. പ്രയോറിറ്റൈസ് യുവർ അറ്റൻഷൻ ആൻഡ് ഫോക്കസ് ഓൺ വാട്ട് ഈസ് ട്രൂലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണോ ഇമ്പോർട്ടൻ്റ് അതിന് പ്രയോറിറ്റി കൊടുക്കുക, അതിനെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റീസ് ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടിയുടെ പ്രയോറിറ്റി ആയിരിക്കില്ല ജോലിയിൽ ഇരിക്കുന്ന ഒരാളുടേത്. ഇവരുടെ രണ്ടുപേരുടേതും ആയിരിക്കില്ല റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരാളുടേത് അല്ലെങ്കിൽ ഒരു വീട്ടമ്മയുടേത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിനും മൂല്യവർദ്ധനയ്ക്കും ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ വേണം ഫോക്കസ് ചെയ്യാൻ. ബാക്കിയുള്ളവയെ നിരുപാധികം നമുക്ക് വിട്ടുകളയാം. അടുത്ത ഒരു പ്രിൻസിപ്പിൾ മൈൻഡ്ഫുൾനെസ് ആണ്. ലീവ് ഇൻ ദ പ്രസന്റ്. ശ്രദ്ധാപൂർണത അഥവാ ഈ നിമിഷത്തെക്കുറിച്ചുള്ള അവയർനെസ്. ഈ നിമിഷം മാത്രമേ നമുക്ക് ഉപയോഗപ്രദമായുള്ളൂ എന്ന തത്വം മനസ്സിലാക്കിയാൽ പോയ കാലത്തെ ദുരനുഭവങ്ങളെയും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആശങ്കകളെയും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അടുത്തത് അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് നോൺ അറ്റാച്ച്മെന്റ് ആണ്. ഭൗതികമായ വസ്തുക്കളോടും മാനസിക വികാരങ്ങളോടുമുള്ള ഒട്ടൽ, അതാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. രണ്ടുമുണ്ട്. ഇത്തരം അറ്റാച്ച്മെന്റിൽ നിന്നും പടിപടിയായി ഡിറ്റാച്ച് ചെയ്യാനുള്ള കഴിവ് നേടുക എന്ന് സാരം. ഇതിന് സ്പിരിച്വാലിറ്റി ഒരളവ് വരെ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മെന്റൽ മിനിമലിസത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് ഒബ്സ്റ്റക്കിൾസ്, കടമ്പകൾ നമുക്ക് കടക്കേണ്ടതായിട്ട് വരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ക്ലട്ടേർഡ് ആയിട്ടുള്ള മൈൻഡ് തന്നെയാണ്. കലങ്ങി മറിഞ്ഞു കിടക്കുന്ന മനസ്സാണ്. അങ്ങനെയുള്ള ഒരിടത്ത് നമുക്ക് മിനിമലിസം പ്രാക്ടീസ് ബുദ്ധിമുട്ടായിരിക്കും. ഈ മനസ്സ് ക്ലട്ടേർഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മൾ തനിയെ ഉണ്ടാക്കിയ മെന്റൽ ക്ലട്ടർ, അതായത് നമ്മുടെ തോട്ട്സ്, ബിഹേവിയർ, പാസ്റ്റ് മെമ്മറീസ് തുടങ്ങിയവയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ളത്, അതൊരു ഭാഗത്തുണ്ട്. അതിന്റെ മറുവശം, അല്ലെങ്കിൽ മനസ്സിന്റെ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ഓവർലോഡാണ്. ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലാണ് ലോകം. ഈ ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കറിയാൻ സാധിക്കുന്നു. അത് നമ്മുടെ മനസ്സിനെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ന്യൂസുകൾ, ഇമെയിൽ എന്ന് വേണ്ട നോട്ടിഫിക്കേഷൻ അടക്കം സകല കാര്യങ്ങളും കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒട്ടും സ്പേസ് അവൈലബിൾ ആയിട്ടില്ല. ഇത്രയും അറിവുകളും വിവരങ്ങളും നമുക്ക് ആവശ്യമുണ്ടോ നമ്മുടെ ജീവിതത്തിന്? അല്ലെങ്കിൽ അവ നമ്മുടെ ജീവിതത്തിന് മൂല്യം തരുന്നവയാണോ ഈ അറിവുകൾ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൂടുതലും നമ്മളെ ഡിസ്ട്രാക്ഷനിലേക്കാണ് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത ഒരു ഒബ്സ്റ്റക്കിൾ ആണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നമ്മൾ ഈ ഇപ്പോഴുള്ള ഈ ലോകത്ത് നിന്നൊന്ന് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോകുമോ? അതായത്
നമുക്ക് അറിയാതെ പോകുമോ എന്നുള്ളതാണ് ഒരു ഒരു ചിന്ത, ഫോമോ. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസിലും എന്തെങ്കിലും അറിയാതെ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു തോന്നൽ ചിലർക്കുണ്ട്. അവർക്കും മെന്റൽ മിനിമലിസത്തിലേക്ക് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. ഇമോഷണൽ അറ്റാച്ച്മെന്റ് 2 തരത്തിലുമുണ്ട്. ഭൗതിക വസ്തുക്കളോടും നമ്മുടെ മനസ്സിലുള്ള ചിന്തകളോടും ഇമോഷണലായി അറ്റാച്ച് ചെയ്തിരിക്കുന്നവരുണ്ട്. അതായത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെയും ഇമോഷൻസിനെയും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള മോശമായ അനുഭവങ്ങളെയും വിട്ടുകളയാനുള്ള ഒരു മടി. അവ കൈപ്പേറിയതാണെങ്കിലും അതിനെ കൊണ്ടു നടക്കാനുള്ള ഒരു സുഖം നമ്മൾ മനസ്സിൽ വെക്കുന്നു. അതുകൊണ്ട് അതിനെ വിട്ടുകളയാൻ ഒരു മടി കാണിക്കുന്നു. അതൊരു തരത്തിൽ ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ്. അവർക്കും മിനിമലിസത്തിലേക്ക് പ്രവേശിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹാബിറ്റ്സും റുട്ടീൻസും. അതായത് ക്ലട്ടേർഡ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരാൾക്ക് മെന്റൽ ക്ലട്ടറിന് കാരണമായ ആ ശീലങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ ഒരു മടി ഉണ്ടാവും. അല്ലെങ്കിൽ ആ ഹാബിറ്റ്സ് നമ്മളെ പുറകോട്ട് വലിക്കുന്നു. അവർക്കും മെന്റൽ മിനിമലിസത്തിലേക്ക് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഇത് എങ്ങനെ നടപ്പിൽ വരുത്താം, ഇതിന്റെ സ്ട്രാറ്റജി എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇംപ്ലിമെന്റേഷൻ ഇത് 2 പാർട്ടായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേത് എഡിറ്റ് യുവർ മെന്റൽ സ്റ്റോറി. നമ്മൾ മനസ്സിൽ കഥകൾ മെനയാൻ വളരെ മിടുക്കരാണ്. എന്തെങ്കിലും ഒരു ഈവന്റോ അല്ലെങ്കിൽ ഒരു ചിന്തയോ വന്നു കഴിഞ്ഞാൽ അത് വെച്ച് നമ്മൾ വലിയ വലിയ കഥകൾ ഉണ്ടാക്കും. ആ കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കുന്നു, കൺക്ലൂഷൻ ഉണ്ടാക്കുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാക്കി വെച്ച ആ കൺക്ലൂഷനെ നമ്മളൊന്ന് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ ആ കൺക്ലൂഷനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നു. ചോദ്യരൂപേണ നമ്മൾ ചോദിക്കുന്നു, ശരിയാണോ? ഞാൻ ഈ ചിന്തിച്ചു കൂട്ടുന്നത് ശരിയാണോ? അവരുടെ ഭാഗം നമുക്ക് അറിയില്ലല്ലോ. ഇങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു എഡിറ്റിംഗ് നടക്കുന്നു. ഒരാൾ നമ്മളോട് മോശമായി പെരുമാറിയെന്നിരിക്കട്ടെ, അയാളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറിയെന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ കഥകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനെയൊക്കെ ചലഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൺക്ലൂഷൻ തന്നെ മാറുന്നതായിട്ട് കാണാം. അയാളോട് ചിലപ്പോൾ ക്ഷമിക്കാൻ പോലും നമുക്കായി എന്ന് വിചാരിക്കും, ആവും. അതിനുശേഷം നമ്മൾ നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് റീഫ്രെയിം ചെയ്തെടുക്കാം. റീഫ്രെയിം ചെയ്ത് കഴിയുമ്പോൾ ആ വലിയ നീണ്ട കഥ ഒരു 2 വരിയുള്ള മനോഹരമായ ഒരു കവിതയായി മാറുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്ത ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ചെയ്യാനുള്ളത് ജേർണലിംഗ് ആണ്. എല്ലാവർക്കും അറിയാം ജേർണലിംഗ്. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ ആശയങ്ങളെയും എല്ലാം ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതി വെക്കുക. അതിനുശേഷം അവയെ സോർട്ട് ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിനും വാല്യൂസിനും ഗുണകരമായവയും അല്ലാത്തവയും എന്ന് 2ആയി തിരിക്കാം. ഗുണകരമായവയെ മാത്രം സ്വീകരിച്ചിട്ട് ബാക്കിയുള്ളവയെ നമുക്ക് പർപ്പസ്ഫുൾ ആയിട്ട് വിട്ടുകൊടുക്കാം. അതാണ് ജേർണലിംഗ് കൊണ്ട് നമുക്കിതിലേക്ക് ഈ പ്രോസസ്സിൽ കടക്കാൻ സാധിക്കുന്നത്. ലെറ്റ് ഗോ ഓഫ് യുവർ മെന്റൽ ബാഗേജസ്. നിങ്ങളുടെ ഇമോഷണൽ ബാഗേജസ് കളയാൻ ഏറ്റവും എളുപ്പമായ മാർഗം ഫോർഗീവ്നെസ് തന്നെയാണ്. അത് നമ്മളോടും മറ്റുള്ളവരോടും. നമ്മുടെ ചിന്തകളും വികാരങ്ങളും അനുഭവങ്ങളും അവയെ റിലീസ് ചെയ്ത് നിരുപാധികം വിട്ടുകളയണം. ഇത് നമുക്ക് ഗുണമൊന്നും തരുന്നില്ല. പക്ഷേ പർപ്പസ്ഫുൾ ആയിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നാം ഇത് ചെയ്യണം. മറ്റുള്ളവരോട് കണ്ടോൺ ചെയ്യണമെന്ന് ഇതിനർത്ഥമില്ല. എങ്കിൽ പോലും നമ്മുടെ ആരോഗ്യത്തിനും സമാധാനത്തിനും വേണ്ടി ലെറ്റ് ഗോ ചെയ്യുക. ബി ചൂസി ഓൺ യുവർ ഇൻപുട്സ്. നമുക്ക് ആവശ്യമില്ലാത്തതും ഉപകാരമില്ലാത്തതുമായ എല്ലാവിധ ഇൻഫർമേഷനും പ്രചോദനങ്ങളും ലിമിറ്റ് ചെയ്യാൻ ശീലിക്കുക. ഡിജിറ്റൽ ഡീടോക്സ് അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഇംപ്ലിമെന്റേഷനിൽ വരുന്ന ഒരു കാര്യമാണ്. ഡിജിറ്റൽ സർവീസുകളിൽ നിന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്നും റെഗുലറായി ഡിസ്കണക്ട് ചെയ്യുക. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിന് സമയം നിശ്ചയിക്കാം. ആ സമയത്ത് മാത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറുക. അവസരം കിട്ടുമ്പോഴൊക്കെ ഒരു ഡിജിറ്റൽ ഫാസ്റ്റിങ്ങും ആവാം. അന്ന് നാം ഡിജിറ്റൽ മീഡിയ തൊടാതെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ശ്രമിക്കാം. പകരം നമുക്ക് പ്രകൃതിയിലേക്കൊന്നിറങ്ങാം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. സിംപ്ലിഫൈ യുവർ എൻവയോൺമെന്റ്സ്.
നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ വൃത്തിയും വെടിപ്പായും സൂക്ഷിക്കുക. ആവശ്യമുള്ളവയെ മാത്രം സൂക്ഷിച്ചു വെച്ചിട്ട്, നമുക്ക് ഗുണകരമായിട്ടുള്ളവയെ മാത്രം സൂക്ഷിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവയെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. ഒന്നുകിൽ അത് ഡൊണേറ്റ് ചെയ്യുകയോ ഡിസ്കാർഡ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചുറ്റും പോസിറ്റീവ് എനർജി നിറയുന്നു, മനസ്സിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നു എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. നമ്മുടെ മനസ്സിന്റെ ക്ലാരിറ്റിക്കും ശാന്തതയ്ക്കുമായി നിത്യവും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നാം എങ്ങോട്ടാണ് പോകുന്നതെന്നും പല പല ഇൻഡ്യൂഷൻസും ഒക്കെ നമുക്ക് കിട്ടുന്നു. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം? മെന്റൽ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് കൂടെ കാണാം. റെഡ്യൂസ്ഡ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. നമ്മുടെ ആങ്സൈറ്റി കുറയുന്നു, കോൺസെൻട്രേഷൻ കൂടുന്നു, ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും നമ്മുടേത് വർദ്ധിക്കുന്നു. വി അട്രാക്ട് വാട്ട് വി ട്രൂലി നീഡ്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ആവശ്യത്തിനുള്ള സ്ഥലം നമ്മൾ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണോ യഥാർത്ഥത്തിൽ വേണ്ടത് അത് നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ചേസ് ചെയ്യുമ്പോൾ എന്താണോ വേണ്ടത് അത് അകന്നു പോകുന്നത് പോലെ, നമ്മൾ ക്ലിയർ ആയി തയ്യാറായിരിക്കുമ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നു എന്ന് സാരം. ഇനി നമുക്ക് ഈ കേട്ട കാര്യങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം.